എനിക്ക് നല്ല റെഡ് സ്നാപ്പർ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ ഫുള്ളായിട്ടൊന്ന് വറക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഏകദേശം ഒരു 1/2 കിലോ ഒക്കെയുള്ള 1/2 കിലോ 3/4 കിലോയുടെ അടുത്തുള്ള റെഡ് സ്നാപ്പറാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഉള്ള മസാലാസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു 3 അല്ലി ചുമന്നുള്ളി, 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ പെപ്പർ, ഒരു തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടെ അരച്ചിവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, കുരുമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മീനിൽ പുരട്ടി മിനിമം ഒരു 10 മിനിറ്റ് വെക്കുക. ഇതിപ്പോൾ മീൻ വറക്കുന്ന പലർക്കും അറിയുന്നതാണ്. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി മാത്രം കാണിച്ചു തരുന്നതേ ഉള്ളൂ. അതായത് കറിവേപ്പിലയും കൂടെ ചേർത്ത് അരയ്ക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ച് മീനിൽ പുരട്ടി വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വറുത്തെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആ അരപ്പെല്ലാം ഞാൻ ഈ മീനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം. നല്ല തിക്കായിട്ട് അരപ്പെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല വെളിച്ചെണ്ണയിൽ കാഞ്ഞ ഇതിൽ പാനിലിട്ട് നമുക്ക് 2 സൈഡും വറുത്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ റെഡ് സ്നാപ്പർ ഫ്രൈ റെഡിയാവും. ഞാനിപ്പോൾ ചെമ്പല്ലി വറക്കാനായിട്ട് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഈ എണ്ണയിൽ മുക്കിയിട്ട് അപ്പം തന്നെ ഒന്ന് തിരിച്ചിടുവാണെങ്കിൽ ആ അരപ്പ് അതിനകത്ത് തന്നെ തിരിച്ചിരുന്നുള്ളൂ. അതൊരു ടിപ്പാണ്. അതേപോലെ 3 എണ്ണവും നമുക്ക് വറക്കാനായിട്ട് ഇടാം. ബാക്കിയുള്ളതെല്ലാം അരപ്പത്ത് ഇതിനകത്ത് പരത്തിയിട്ട് വെക്കാം. ആ 2 സൈഡും ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് അത് സെർവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ഏത് മീനും ഇങ്ങനെ വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഭംഗിക്ക് വേണ്ടി തലയും എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിരിക്കും അത് മീൻ വറുത്തത് കാണാനായിട്ട്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് തലയൊക്കെ കീപ്പ് ചെയ്തേക്കുന്നത്.